ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാഷൻ. നമ്മളെല്ലാവരും പറയില്ലേ, നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ജോലി ചെയ്യണം, പാഷനേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം. എവറിത്തിങ് ഷുഡ് ബി പാഷൻ, എവറിവെയർ ലൈഫ് ഷുഡ് ബി പാഷനേറ്റ്. വി ഹാവ് ടു, അവർ ഫോക്കസ് ഷുഡ് ഡു എ പാഷനേറ്റ് ജോബ്. അപ്പോൾ അത് എത്രമാത്രം പ്രാക്ടിക്കലാണ് നമ്മുടെ ലൈഫിൽ. ഈ പാഷൻ എന്ന് പറഞ്ഞ സാധനം എന്തുമാത്രം പ്രാക്ടിക്കലാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനാ ഇപ്പം നിങ്ങളോടിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു 20s 30s ഒക്കെ ആകുമ്പോഴായിരിക്കും ശരിക്കും നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാകുക. പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ ഫ്യൂച്ചർ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാം എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. സോ പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പാഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. വളരെ നല്ലതാണ്. നമ്മൾ പാഷനേറ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കാതെ നമ്മുടെ 100% നമ്മൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. മറ്റൊന്നും നമുക്ക് ബാധകമായിരിക്കണമെന്നില്ല. അത്രമാത്രം പാഷനേറ്റോടെ, അത്രമാത്രം ആത്മാർത്ഥതയോടെ ഫുൾ നമ്മുടെ 100% എഫേർട്ട്, എനർജി, മണി എല്ലാം നമ്മൾ, റിസോഴ്സസ് എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതുമാത്രം റിസൾട്ട് നമുക്ക് കിട്ടും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ബട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് ചിലപ്പം മറിയാം. അതായത് ചിലപ്പം ഒരു കുട്ടിക്ക് ആദ്യം എന്തെങ്കിലും ലൈക്ക് വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, അവർക്ക് ആദ്യം ആദ്യം ഭയങ്കരമായിട്ട് കുക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിന് ചേരണം എന്നായിരുന്നു ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം. അപ്പോൾ ഒരു അങ്കിളും ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. എനിക്കത് ചെയ്യണം, പല വെറൈറ്റീസ് ചെയ്തു നോക്കുന്നു, അതൊക്കെ സക്സസ് ആവുന്നു, അങ്ങനെ പോകണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം എൻട്രൻസ് എഴുതി കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഇനി 1 year ഫുള്ളായിട്ട് ഞാൻ ഇതിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി നിന്ന് അത് പഠിച്ച് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പേരൻസിനോട് പറഞ്ഞു. അപ്പോൾ പേരൻസ് പറഞ്ഞു, കുഴപ്പമില്ല, നിനക്കിത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നീ വേറെ എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷെ സമ്മതിക്കില്ല. അങ്ങനെ 1 year ഫുള്ളായിട്ട് പിന്നെയും നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലും സെലക്ഷൻ ആയില്ല. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരൻസ് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, നീ എന്തെങ്കിലും ഒരെണ്ണം ജോയിൻ ചെയ്തേ പറ്റൂ. അപ്പോൾ പുള്ളി എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഒരു മൈക്രോബയോളജി കോഴ്സ് എടുത്തു. മൈക്രോബയോളജി കോഴ്സിൽ നല്ല ഡൊണേഷനൊക്കെ കൊടുത്ത്, കാരണം ഇവർ തമ്മിലുള്ള ടഗ് ഓഫ് വാറാണ്. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് പഠിക്കണമെന്ന് അവരും പേരൻസ് ഇനിയിപ്പോൾ ഇത് പഠിച്ചാൽ ഇനിയും വർഷം വെറുതെ കളയണോ എന്ന് പറഞ്ഞിട്ട് അവരും. അപ്പോൾ ആ ഒരു ടഗ് ഓഫ് വാറിൽ കുറേ ജോയിൻ ചെയ്യുന്ന ടൈമും കുറേയൊക്കെ കഴിഞ്ഞു പോയി. അവസാനം ലാസ്റ്റ് കിട്ടിയ ഒരു സാധനം ഒരു പ്രൈവറ്റ് കോളേജിൽ മൈക്രോബയോളജിയാണ്. അങ്ങനെ ഒരുപാട് ഡൊണേഷനൊക്കെ കൊടുത്ത് മൈക്രോബയോളജിയിൽ കൊണ്ടുവിട്ടു. ബട്ട് 3rd ടൈം പുള്ളി, അപ്പോൾ അതിനൊപ്പം മൈക്രോബയോളജി പക്ഷേ നല്ലതായിട്ട് പഠിക്കാൻ പറ്റി, നല്ല സ്കോർ കിട്ടി, മാർക്സൊക്കെ നല്ലതായിട്ട് കിട്ടി. പുള്ളിക്കാരൻ അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോഴാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞാൻ എഴുതാമെന്ന് കരുതി നെക്സ്റ്റ് ടൈം വന്നപ്പോൾ പിന്നെയും ഈ എക്സാം ഒന്നുകൂടെ എഴുതി. അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ ആ മൈക്രോബയോളജിയിൽ കൊടുത്ത അത്രയും ലക്ഷങ്ങളൊക്കെ വെറുതെയായി. വീട്ടിൽ പറഞ്ഞ്, പറ്റത്തില്ല, എനിക്കിത് കിട്ടി, ഞാൻ എന്തായാലും ഇതിന് പോകും. പിന്നെ പേരൻസും ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അത്രയും പാഷനേറ്റ് ആയിട്ട് പോകുന്ന ഒരാളാണല്ലോ. അങ്ങനെ ജോയിൻ ചെയ്തു. ഒരു വിത്തിൻ 2-3 വീക്സ് അല്ലെങ്കിൽ 2-3 മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാർ കംപ്ലീറ്റ്ലി ഫെഡപ്പായി. കാരണം ഫസ്റ്റ് ഇയറിൽ ഇവർ ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ടോയ്ലറ്റ് ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ക്ലീനിങ്, അതിനെക്കുറിച്ചുള്ള ക്ലാസ്, ഒരുപാട് തിയറി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഈ പാഷൻ എന്ന് പറഞ്ഞ സാധനം കുറേശ്ശെ കുറഞ്ഞ് അതിനോടൊരു ഇൻട്രസ്റ്റും ഇല്ലാതെയായി മാറി. പിന്നെ അത് വേണ്ടാന്നേ. പക്ഷേ പേരൻസ് സമ്മതിച്ചില്ല. എന്തായാലും ഈ 2 വർഷം കളഞ്ഞു. പിന്നെ 1 വർഷം മൈക്രോബയോളജി പോയി, അതും കളഞ്ഞു. ഇത്രയും പൈസയും വർഷവും എല്ലാം കളഞ്ഞാണ്. ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അതിൽ കയറി പഠിച്ചു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും പുള്ളി ആ ഫസ്റ്റ് ഇയറിലെ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ എന്തോ പിന്നെ അതിൽ തുടരാൻ തോന്നിയില്ല. അതും കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ കുറച്ച് കാലം ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തു. പക്ഷേ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേറെ, അതായത് MBA പഠിച്ചിട്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വർക്ക് ചെയ്യുന്നത് ഒരു HR മാനേജറായിട്ട് IT ഫേമിലാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു IT ഫേമിലാണ്. അപ്പോൾ എന്തിൽ നിന്ന് തുടങ്ങി എന്തിൽ ചെന്ന് അവസാനിച്ചു. സോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ചിലർക്ക് ഫസ്റ്റ് ഇയറിൽ തോന്നും വേറെ എന്തെങ്കിലും വെച്ചാൽ, കുറേ പേരൻസിൻ്റെ ഇതേമാതിരി പൈസ ഇൻവെസ്റ്റ് ചെയ്യും. സെക്കൻഡ് ഇയറിൽ ഇതൊന്നും താല്പര്യമില്ലാന്ന് തോന്നും. 3rd ഇയറിൽ അവർ വേറെ എന്തെങ്കിലും പറയും. സോ ഇങ്ങനെ പാഷൻ എന്ന് പറയുന്നത്
അങ്ങ് മാറി മറിഞ്ഞ് ആ ഫീലിങ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യമല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പറയും ചിലർ പറയും എനിക്ക് MBBS പോയേ പറ്റൂ, എന്തൊക്കെ ചെയ്താലും MBBS ആണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം, ഞാൻ പാഷനേറ്റായിട്ട് അതിൽ വർക്ക് ചെയ്യാം, ആസ് എ ഡോക്ടർ ഐ വോണ്ട് ടു വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ചെയ്തു, കിട്ടിയില്ല, സെക്കൻഡ് ഇയർ റിപ്പീറ്റ് ചെയ്തു, നെക്സ്റ്റ് ടൈം പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ അതൊരു എൻഡ്ലെസ് സൈക്കിളായിട്ട് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു റേഞ്ചിൽ അവർ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണ്ടേ? നമ്മുടെ പാഷനാണ് അതൊക്കെ ശരി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഇത്രയും വർഷം നഷ്ടപ്പെടുന്നു, അത് കഴിഞ്ഞ് MBBS ഒരു 5 ഇയർ നമുക്ക് പിന്നെയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെറും MBBS മാത്രമാണെങ്കിൽ എന്തുമാത്രമാണ് നമ്മുടെ ജോബ് കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. ഇപ്പോൾ അച്ഛൻ അമ്മയൊക്കെ ഡോക്ടേഴ്സാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു MBBS ഡിഗ്രി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവരുടെ ക്ലയൻസ് അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാൾക്ക് വെറും ഒരു MBBS ഡിഗ്രി കൊണ്ട് എങ്ങനെയാണ് അവർക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? പിന്നെ MDക്ക് പോകണം. MDക്ക് പോകാനാണെങ്കിലും നിങ്ങളുടെ കുറേ വർഷങ്ങൾ, ഫസ്റ്റ് ടൈം തന്നെ ചിലപ്പോൾ MD എഴുതിയാൽ കിട്ടണമെന്നില്ല, ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ കിട്ടണമെന്നില്ല. അപ്പോൾ അതിലുമൊക്കെ ഇയേഴ്സ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല കാലം, അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, 15 വർഷം 16 17 18 വയസ്സിലാണ് നമ്മൾ +2 കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നീണ്ട 10 വർഷത്തോളം നമ്മൾ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ 21 മുതൽ 31 32ലൊക്കെയാണ് നമ്മൾ പിന്നെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ ഒരു വലിയ നീണ്ട കാലയളവ് തന്നെ നമ്മൾ ഈ പാഷന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയാണ്. അപ്പോൾ അതിന് മാത്രം വാലിഡ് ആണോ? നോർമലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് അസ്ട്രോളജി അതായിട്ട് ഇതിനകത്ത് ബന്ധപ്പെടുന്നില്ല, പക്ഷെ എന്നാൽ പോലും ഒരു 10-42 വയസ്സായി കഴിയുമ്പോഴൊക്കെ നമുക്ക് റിയലായിട്ട് നമ്മുടെ ഒരു പാഷൻ എന്താണെന്നും അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയൊക്കെ വരുള്ളൂ. അത് അറിയാൻ പറ്റുന്ന ഒരു 36ലൊക്കെ നമുക്ക് നമ്മുടെ പാഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പാഷൻ അറിഞ്ഞാൽ പോലും നമ്മൾ നമ്മുടെ ബാക്കപ്പൊക്കെ ശരിയാക്കണം. നമുക്ക് അത്യാവശ്യം പൈസ വേണം, നമ്മുടെ പാഷന് പിന്നാലെ പോകാനായിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവണം. എന്നിട്ട് നിങ്ങൾ പാഷൻ്റെ പിന്നാലെ പൊയ്ക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർ പറയണം പാഷൻ എന്ന് ശരിയാണ്, ചിലർക്ക് നന്നായി പാടാനുള്ള കഴിവുണ്ടാകും. അവരിപ്പം യേശുദാസോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അങ്ങനെ ആക്ട് ചെയ്യാനുള്ള അങ്ങനെയുള്ള സ്പെഷ്യൽ സ്കില്ലുള്ള ആൾക്കാർ ഓഫ് കോഴ്സ് അവർ നമ്മളാരും പറഞ്ഞില്ലെങ്കിൽ പോലും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഈ ഫീൽഡിൽ തന്നെ പോയാൽ മതി, കാരണം അത്രമാത്രം ടാലൻ്റ് അവർ ഷോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ ആ ഫീൽഡിൽ പോകട്ടെ. അങ്ങനെയൊന്നും അല്ലാത്ത നോർമലായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അത്യാവശ്യം പാടാനൊക്കെ കഴിവുണ്ടാവും, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ആൾക്ക് പാടാൻ കഴിവുണ്ട്, പക്ഷെ പാടാൻ കഴിവുണ്ടെന്നും പറഞ്ഞിട്ട് അത് നമ്മളാണ് പറയുന്നത്. നമുക്ക് പാടാൻ കഴിവുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഒരു ലോക്കൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കോളേജിൽ, സ്കൂളിലോ ഒക്കെ ചിലപ്പോൾ നമ്മൾ നന്നായി പാടുന്ന ഒരാളായിരിക്കും, ശാസ്ത്രീയമായി അഭ്യസിക്കുന്നുമുണ്ടാവും. പക്ഷേ അതൊരു കരിയറായിട്ട് അതല്ലെങ്കിൽ ഒരു പാഷനേറ്റ് ആയിട്ട് ഞാൻ ഫുൾ ടൈം ഇതിലാണ് പോകുന്നതെന്നും പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോയാലോ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഭയങ്കര ടൈറ്റാകും. കാരണം നിങ്ങളൊരു കോമ്പറ്റീഷൻ, എല്ലാവർക്കും പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് എവിടെയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടുകാരനെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, അവിടെ നിങ്ങളെപ്പോലെ ടാലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലും കൂടുതൽ ടാലൻ്റ് ആയിട്ടുള്ള കുറേ പേരാണ് ഇരിക്കുന്നത്. അതിനകത്തു നിന്നാണ് നിങ്ങളെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എത്രമാത്രം പാട്ടുകാർ, എത്രമാത്രം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങൾ പാടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമാണ്, നിങ്ങൾക്ക് വേറൊരു ബാക്കപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രഷറായിരിക്കും നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. അതേസമയം നിങ്ങൾ അങ്ങനെയൊന്നും പോവാതെ നിങ്ങൾ സൈമൾട്ടേനിയസ് ആയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്, ഒരു സൈഡിൽ കൂടെ പാട്ട് പാടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ എന്തെങ്കിലും കിട്ടിയ ഒരു ജോലിയിൽ നിങ്ങൾ കിട്ടിയ ഒരു കോഴ്സ് എടുത്തു, ജോലി കിട്ടി, ജോലി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കയറി, ആസ് എ കമ്പ്യൂട്ടർ എഞ്ചിനീയർ, ആസ് എ സിവിൽ എഞ്ചിനീയർ, ആസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ വരുന്നു, അവിടെ നിങ്ങൾക്ക് അങ്ങോട്ട് പാടാം. ആ പാട്ടിൽ ഇപ്പോൾ സംഗതി ശരിയായില്ലെന്നോ അതിൽ വെള്ളി വീണമെന്നോ ഒന്നും പറഞ്ഞ് ആരും ഒന്നും പറയില്ല. കാരണം ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളായിരിക്കും ടോപ്പർ, നിങ്ങളായിരിക്കും നല്ലതായിട്ട്. എന്തിനാണ് നമ്മളൊരു പാട്ടുകാരനാവുന്നത്? നമ്മുടെ പാട്ട് അവർ കേൾക്കുകയും അത് എൻജോയ് ചെയ്യുന്നത് നമുക്കുള്ളൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അത് നമുക്കിവിടുന്ന് കിട്ടും. നമ്മൾ എന്തിനാണ് ഈ ഹൈലി കോമ്പറ്റീറ്റീവ് വേൾഡിൽ പോയിട്ട് സ്ട്രഗിൾ ചെയ്ത് ചിലപ്പം നിങ്ങൾക്ക് ചാൻസസ് ഓഫ് സക്സസ് ഈസ് വെരി ലെസ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത്രയ്ക്കും ടാലൻ്റുള്ള ആൾക്കാരാണെങ്കിൽ പോകട്ടെ, അവരെ ഓഫ് കോഴ്സ് ആൾക്കാർ, പേരൻസ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ പേരൻസിന് പറയാം നിങ്ങൾ പാടും, പക്ഷെ അതിലങ്ങോട്ടങ്ങ് 100% അല്ലെങ്കിൽ ടോപ്പറൊന്നും അല്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ അതിന് വേണ്ടി അധികം മെനക്കെടാതിരിക്കും, നിങ്ങൾ പാടിക്കോളൂ. ഇപ്പോൾ വൺ ഓഫ് മൈ ഫ്രണ്ട്, ഹി വാസ് ഭയങ്കര ഈ ജിമ്മൊക്കെ ചെയ്യാൻ, ഭയങ്കര ശരീരമൊന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ജിമ്മൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എപ്പോഴും ജിമ്മിൽ പോവുക, അതിൻ്റെ ജിമ്മിൽ പോകുന്ന മാത്രമല്ല അതിൻ്റെ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുക, എന്തൊക്കെ പ്രോട്ടീൻ ഷേക്ക്, എന്തൊക്കെയാണ് ഈ ഇവരെ ഡയറ്റ് ഫോളോ ചെയ്യണം, ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എന്നാൽ പിന്നെ ജിം തുടങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പേരൻസിൻ്റെ പ്രഷർ കാരണം, പിന്നെ ഫാമിലി അത്ര സാമ്പത്തികമായിട്ടൊന്നും അല്ലാത്തതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് എം.ടെക് ചെയ്യുന്നു. എം.ടെക് ചെയ്തപ്പോഴും പുള്ളിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല, അത്യാവശ്യം പാസ്സായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജിമ്മുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജിം ഈ ജിമ്മിൽ വരുന്ന പിള്ളേരെയൊക്കെ ജിം ട്രെയിനറായി മാറി. അപ്പോൾ മോർണിംഗ് 1 അവർ, ഈവനിങ് 1 അവർ എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുത്തു. അന്ന് അവിടെ ഫ്രീ ആയിട്ടാണ് എല്ലാവരും പഠിപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ജോലി കിട്ടി, സാധാ ഒരു ജോലി കിട്ടി. കോളേജിൽ നിന്ന് ഇറങ്ങി ഒരു ക്യാമ്പസ് സെലക്ഷനൊന്നും അല്ല, കാരണം അത്രയ്ക്കൊന്നും ടോപ്പ് CGPA ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം പക്ഷേ ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി കിട്ടി. ബട്ട് അറ്റ് ദ സെയിം ടൈം പുള്ളി ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ചെയ്തു. അതോടെ അതൊരു സൈഡ് ബിസിനസ്സായി നടന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഇതിൽ നിന്നേക്കാളും കൂടുതൽ ഇൻകം നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഗ്രാജുവലി അത് ചെയ്യാം. ഓൾ ഓഫ് എ സഡൻ നമ്മളിത് പോയി, അല്ലെങ്കിൽ നമ്മുടെ 20s തന്നെ നമ്മൾ ഈ പാഷൻ എന്ന് പറഞ്ഞിട്ട് ചത്ത് കിടന്നിട്ട് നമുക്കറിയത്തില്ല, അവിടെ ചെന്നാലേ നമുക്കറിയത്തുള്ളൂ ഇത് നമുക്ക് പറ്റുന്നതാണോ. നമ്മളെ കൊണ്ട് ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ. പാഷൻ നമ്മൾ വിചാരിക്കുന്നുണ്ടോ, പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോഴേ അറിയുള്ളൂ ഇത് നമ്മളെ കൊണ്ട് താങ്ങുമോ, നമ്മളുടെ ആരോഗ്യസ്ഥിതി, ഈ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഇതുമായിട്ട് നമ്മുടെ മാച്ചിങ് ആണോ. ഇപ്പോൾ ചിലർ പറയും ഇറങ്ങുന്ന ഉടനെ തന്നെ അല്ലെ പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പേരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയൊന്നുമല്ല. പേരൻസിന് തോന്നുകയാണ് നിങ്ങൾ കേപ്പബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അവർ അവരുടെ ഫുൾ സപ്പോർട്ട് നോക്കും. ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ കിടന്ന് ഉറങ്ങുന്ന ആൾ എഴുന്നേൽക്കുക, അവനവൻ്റെ ബെഡ് പോലും നേരെ വിരിക്കത്തില്ല, അവനവൻ്റെ കാര്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാത്ത ഒരാൾക്ക് അച്ഛനമ്മ എങ്ങനെ പൈസ കൊടുക്കാൻ പറ്റും, എങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ മനസ്സിലാക്കണം. കോളേജ് നമ്മൾ അതുപോലെ തന്നെ ചിലരെന്ന് വെച്ചാൽ എൻഡ്ലെസ്ലി ഈ പറഞ്ഞ മാതിരി എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞു, പിന്നെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. 4, 5, 6, 7 വർഷം ആ ഫുൾ എനർജിയും വെച്ചിട്ട് വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ വളരെ എന്താ പറയുക പേയിങ് ഗസ്റ്റൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞു റൂമിലിരുന്നിട്ട് ഇവർ എക്സാം പ്രിപ്പറേഷൻ. ചിലർ പറയും എനിക്ക് IAS ആയേ പറ്റൂ. അപ്പോൾ ചിലയിടത്തൊക്കെ നമ്മൾ പബ്ലിസിറ്റി കണ്ടിട്ടുണ്ട്, ഇത് 7, 8, 9 വർഷം കഴിഞ്ഞ് കഠിനമായി പഠിച്ച് പിന്നെ അങ്ങോട്ട് IAS കാരനാവുന്ന ആളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ചിലരങ്ങ് പൊക്കിയൊക്കെ കൊണ്ടുപോകും. അത് കൂടുതലും സക്സസ് ആവുന്നത്, അല്ലെങ്കിൽ കൂടുതലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന ഇൻഡസ്ട്രീസാണ്. അവർക്ക് ആൾക്കാരെ വേണം. അങ്ങനെ എത്രയോ ലക്ഷം ആളുകളാണ് ഈ IASന് വേണ്ടി എഴുതുന്നത്. എന്നിട്ട് അതിൽ 1, 2 പേരെയാണ് ഇവരിങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ 10,000-കണക്കിന് ആളുകൾ, ഒന്നും കിട്ടാത്ത ആൾക്കാരുടെ കാര്യമേ ഇവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തോളൂ, എന്തിനു വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തോളൂ. പക്ഷേ നമ്മുടെ ലൈഫും എനർജിയും ഒക്കെ കളഞ്ഞിട്ടാവരുത്. നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു, ഇപ്പം എല്ലാം ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഏകദേശം 10 ലക്ഷത്തോളം കുട്ടികളാണ് നമ്മുടെ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്, പഠിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്, എല്ലാ ഫീൽഡിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ജോലി അങ്ങോട്ട് എടുക്കുക, വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി കിട്ടുന്ന ജോലി ചെയ്യുക. അതിൽ നല്ല ടീം ബിൽഡ് ചെയ്യാനും ആൾക്കാരോട് സംസാരിക്കാനും അതുപോലെ തന്നെ നമ്മളുമായിട്ട് നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കാനും, എങ്ങനെയാണ് ഒരു ഓഫീസിൽ ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ നമുക്കതിൽ നിന്ന് നമ്മുടെ ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ഒരു 3-4 വർഷം കൊണ്ട് നമുക്കതൊരു കിട്ടും. നമുക്ക് നമ്മുടെ ഫീൽഡ് ഏതാണ്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്നിട്ട് ഗ്രാജുവലി കുറേശ്ശെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പാട്ടോ ഇതൊന്നും അല്ലാത്ത ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മളുടെ പാഷൻ ഉണ്ടെങ്കിൽ അതിനെ കളയാതിരിക്കുക. അതിനെ കംപ്ലീറ്റ് ആയിട്ട് കളയണമെന്ന് ഞാൻ പറയുന്നില്ല. അതും നമ്മൾ കീപ്പ് ചെയ്യുക, നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യുക, അതിനെ ചെറുതായി സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഇതിനേക്കാളും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അതിൽ നിന്നാണെങ്കിൽ നമുക്കിത് ഉപേക്ഷിച്ച് അതിലേക്ക് പോകാം. അഥവാ അത് സക്സസ് ആയില്ലെങ്കിൽ ഇതിൽ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അപ്പം നമ്മൾക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ പാഷൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് ഒരു ധൈര്യക്കുറവും ഉണ്ടാകത്തില്ല. എത്രയോ പേര് ചിലപ്പോൾ സിനിമ എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെയോ കിടക്കുന്നതിൽ സക്സസ് ആവുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെയൊക്കെ കഥകൾ നമ്മൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആളുകൾ സിനിമാ മോഹവുമായി പോയി ഒന്നും അല്ലാതെ തിരിച്ചു വരുന്നുണ്ട്. ചിലർ സക്സസ് ആവുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാൽ അത് സൈഡായിട്ട് കൊണ്ടുപോവുക. നമുക്കൊരു ബാക്കപ്പ് വേണം. നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് നമുക്ക് എപ്പോഴും വേണം. ആ ഒരു 36 ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതിലാണ് നമ്മൾ പല എക്സ്പീരിയൻസസ് നമ്മൾ ചെയ്തു. 5-6 വർഷം നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഇതാണെന്ന് കരുതി അത് ചെയ്ത്
ഇഷ്ടപ്പെട്ടില്ല, വേറെ ഇതിലേക്ക് പോയി. അങ്ങനെ ഒരു 10-36 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ പാഷൻ, ഇതിലാണ് ഞാൻ എത്ര നേരം ഇരുന്നാലും എനിക്കങ്ങ് ബോറടിക്കാത്തത്, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അതിലങ്ങ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് പൈസ കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കങ്ങ് ബോറടിക്കുന്നില്ല. അത് ചെയ്യുമ്പോൾ സക്സസ്സും കിട്ടുന്നുണ്ട്, മറ്റുള്ളവരും അതിനെ അപ്രീഷിയേറ്റ്. ഇപ്പം നമുക്കിഷ്ടമുള്ള ഒരുപാട്, ഇപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ ഡ്രസ്സസ് ഞാനങ്ങ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വാങ്ങുന്നവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനീ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ അത് കസ്റ്റമേഴ്സിനും അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ രീതിയിലും അത് നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതും പോകുന്നതിന് മുമ്പ് ആ പാഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മളത് ഫുള്ളായിട്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പാസീവ് ഇൻകം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഇൻകം ജനറേറ്റിംഗ് സോഴ്സസൊക്കെ നമുക്കുണ്ടല്ലേ. 3-4 വർഷം നമ്മളിപ്പോൾ അതിന് പോയാലും നമ്മുടെ ഫാമിലി നമ്മളൊന്നും കഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു സമ്പാദ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി നമ്മുടെ പാഷനിലേക്ക് പോവാം. ആരും പറയുന്നില്ല വേണ്ടെന്ന്. ബട്ട് 20s പോകേണ്ട ഒരു കാര്യമല്ല അത്. 20s നമ്മൾ വർക്ക് ചെയ്യുക, 16-17 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ജോബ് സെർച്ച് ചെയ്യുന്നതും ഒരു ജോലി തന്നെയാണ്. ചിലർ ജോലി ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് ആരെങ്കിലും കൊണ്ടു തരണം, അല്ലേ, ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടു തന്നാൽ ഞാൻ വീട്ടിലിരിക്കും. അങ്ങനെയല്ല, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജോബ് അന്വേഷിക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ജോലിയാണ്. നമ്മളെല്ലായിടത്തേക്കും അയക്കുക, ബാക്കിയുള്ള ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ സീനിയേഴ്സിനോടോ ഒക്കെ സംസാരിച്ച് ഏതെങ്കിലും രീതിയിൽ എവിടെയാണ് നമ്മുടെ ഈ പഠിച്ചതിനനുസരിച്ചുള്ള ജോലി, ഏത് നാട്ടിലാണ് കിട്ടേണ്ടത്, വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങണം. ജോലി കിട്ടി പുറത്തിറങ്ങി കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം ബാക്കി കാര്യങ്ങളും ഫാമിലി സെറ്റപ്പ്, അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് പഠിച്ച് അങ്ങോട്ട് ഡെവലപ്പ് ആവണം. എന്നിട്ട് നിങ്ങൾ പാഷൻ്റെ പിന്നാലെ പോയിക്കോളൂ. അല്ലാതെ 20s പോകേണ്ട ഒരു കാര്യമല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ 1% ആൾക്കാരുണ്ട്, അവർ പോയിക്കോട്ടെ, അവർ വളരെ യങ് ഏജിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച്, അതായത് പാഷൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും പറയാം. പിന്നെ വേറെ ഇതുപോലെയുള്ള കുറേ ടോപ്പിക്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു, ബൈ.